ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മലയാളം സെന്റൻസസിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് സെന്റൻസസിന്റെ വീഡിയോസ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മുഴുവൻ ടൈമും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ അതിന് പകരം നമുക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്ത് നമ്മുടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസും കൂട്ടാൻ പറ്റും, നമുക്കൊരു പ്രാക്ടീസും ആവും. അപ്പൊ ഈ സെന്റൻസസിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വാക്കാണിത്, ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ശ്രദ്ധിക്കുക എന്ന് പറയാനായിട്ട് നമുക്ക് ബി കെയർഫുൾ എന്ന് പറയാം. ബി കെയർഫുൾ, ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ശ്രദ്ധയോടെ നിൽക്കുക എന്നുള്ള അർത്ഥത്തിൽ ബി കെയർഫുൾ എന്ന് പറയാം. ഇനി സമയം എത്രയായി ചോദ്യമാണ്. സമയം എത്രയായി? സമയം എത്രയായി എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ എത്ര എന്ന് കാണുമ്പം ഹൗ എന്നുള്ള വാക്കാണ് നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരിക, എനിക്കറിയാം. പക്ഷെ നമ്മൾ സമയം ചോദിക്കുമ്പോൾ നമ്മൾ വാട്ട് ഈസ് ദ ടൈം എന്നാണ് ചോദിക്കുക. അല്ലെങ്കിൽ വാട്ട് ടൈം ഇസ് ഇറ്റ് എന്നാ ചോദിക്കുക. വാട്ട് ടൈം ഇസ് ഇറ്റ്? വാട്ട് ടൈം is it? രണ്ടും കറക്റ്റ് ആണ്. വാട്ട് ഈസ് ദ ടൈം എന്നും ചോദിക്കാം, വാട്ട് ടൈം ഇസ് ഇറ്റ് എന്നും ചോദിക്കാം. രണ്ടും കറക്റ്റ് ആണ്. ഇനി 10 മണിയായി, ഇനി നമ്മൾ എങ്ങനെ പറയും? 10 മണിയായി ഇതെങ്ങനെ പറയാം? 10 മണിയായി എന്നുള്ളതിന് ഇറ്റ്സ് 10 o'clock എന്ന് പറയാം. 10 o'clock, 10 മണിയായി, ഇറ്റ്സ് 10 o'clock. അതായത് ഈ 10 മണിയായി എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇറ്റ് എന്നുള്ളത് യൂസ് ചെയ്യുന്നതെന്ന് പലർക്കും ഡൗട്ട് വരും. നമ്മൾ 10 o'clock എന്ന് മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. 10 മണിയായി എന്ന് പറയുമ്പോൾ നമുക്കൊരു സബ്ജക്റ്റ് വേണം. അതിനാണ് നമ്മൾ ഇറ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് 10 o'clock, 10 മണിയായി. ഇനി എനിക്ക് വിശക്കുന്നു നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? എനിക്ക് വിശക്കുന്നു. അപ്പൊ നമ്മൾ എനിക്ക് വിശക്കുന്നു എന്നുള്ളതിന് ഐ ആം ഹംഗ്രി എന്ന് പറയാം. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുകയാണ് എന്നൊക്കെ പറയാനായിട്ട് ഐ ആം ഹംഗ്രി എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് കഴിക്കാം, ഇതെങ്ങനെ നമ്മൾ പറയാ? നമുക്ക് കഴിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം എന്ന് പറയാനായിട്ട് നമ്മൾ ലെറ്റ് അസ് എന്നാണ് പറയാ. ലെറ്റ് അസ്, നമുക്ക് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്ന് പറയാനായിട്ട് ലെറ്റ് അസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യാം. ഇനി ഇത് ഷോർട്ട് ഫോം ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ലെറ്റ് അപ്പോസ്ട്രോഫി എസ് എന്നും എഴുതാം. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റ് അസ് ഈറ്റ്, നമുക്ക് കഴിക്കാം. ലെറ്റ്സ് ഈറ്റ് അല്ലെങ്കിൽ ലെറ്റസ് ഈറ്റ്, രണ്ടും കറക്റ്റ് ആണ്. ഇനി ഞാൻ ക്ഷീണിച്ചു, ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യുക. നിങ്ങളുടെ ആൻസേഴ്സ് കറക്റ്റ് ആണെങ്കിലും അതിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ ഡെഫിനറ്റ്ലി തിരുത്തി തരുന്നതായിരിക്കും. അപ്പോൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഞങ്ങൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഈ ചാനലായാലും പേജ് ആയാലും നിങ്ങൾ ഫോളോ ചെയ്യുക. താങ്ക് യു. English Mitra. Stop worrying, start learning.